നമസ്കാരം. കേന്ദ്ര സർക്കാർ പോപ്പുലർ ഫ്രണ്ട് എന്ന തീവ്രവാദ സംഘടനയെ നിരോധിച്ചുവെങ്കിലും ഇപ്പോഴും പോപ്പുലർ ഫ്രണ്ട് എന്ന തീവ്രവാദ സംഘടന വലിയ രീതിയിൽ തന്നെ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നതിൻ്റെ ഒരു തെളിവാണ് കേരള പോലീസിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് നേരെ കൊലവിളി മുദ്രാവാക്യം പോപ്പുലർ ഫ്രണ്ട് നടത്തിയത്. കുറച്ച് വർഷങ്ങൾക്കപ്പുറം കേരളത്തിൽ തന്നെ ഒരു ജില്ലയിൽ ഇവർ പട്ടാപ്പകൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധ ജാഥ നടത്തിയിരുന്നു. അതായത് അവലും മലരും കുന്തിരിക്കയും ഒക്കെ കാത്തുവെച്ചോളൂ, നിന്റെ കാലനിതാ വരുന്നുവെന്ന്. അതേ രീതി തന്നെയാണ് ഇവിടെ ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന് നേരെയും പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകൻ കൊലവിളി നടത്തിയിരിക്കുന്നത്. കാരണം നമുക്കറിയാം, ഈ പോപ്പുലർ ഫ്രണ്ട് എന്ന തീവ്രവാദ സംഘടന അവരുടെ പ്രവർത്തകർക്ക് പലതരത്തിലുമുള്ള ഹിറ്റ് ലിസ്റ്റുകളുണ്ട്. അവർ ഹിറ്റ് ലിസ്റ്റുകൾ തയ്യാറാക്കിയിട്ടാണ് ഓരോരുത്തരെയും കൊല്ലുന്നത്. വിശദമായി നോക്കിക്കഴിഞ്ഞാൽ RSS തേനാരി മണ്ഡലം ഭൗതിക് പ്രമുഖനായിരുന്ന സഞ്ജിത് വധക്കേസിലെ ഒന്നാം പ്രതി അബ്ദുൾ സലാമാണ് പോലീസ് ഉദ്യോഗസ്ഥന് നേരെ ഭീഷണി മുഴക്കിയത്. കോടതി വരാന്തയിൽ വെച്ചാണ് ഈ പോപ്പുലർ ഫ്രണ്ട് ഭീകരൻ കേരള പോലീസിലെ ഉദ്യോഗസ്ഥന് നേരെ ഭീഷണി മുഴക്കിയത്. നീയും കേസിലെ സാക്ഷിയല്ലേ, എനിക്കെതിരെ മൊഴി പറഞ്ഞാൽ ഇവിടെ തന്നെ വരണമല്ലോ, നിന്നെ ഞാൻ ശരിയാക്കി തരാമെന്നാണ് ഭീഷണി. സംഭവത്തിൽ പാലക്കാട് സൗത്ത് പോലീസ് കേസെടുത്തിട്ടുണ്ട്. BNS 232/1 പ്രകാരമാണ് ആ തീവ്രവാദിക്കെതിരെ കേസെടുത്തത്. കേസിലെ എയ്ഡഡ് പ്രോസിക്യൂഷൻ സഹായിയാണ് ഉദ്യോഗസ്ഥൻ. നേരത്തെ ഉദ്യോഗസ്ഥനെ എയ്ഡഡ് പ്രോസിക്യൂഷൻ സഹായിയിൽ നിന്ന് മാറ്റിയതിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചിരുന്നു. തുടർന്നാണ് വീണ്ടും നിയമിച്ചത്. മാത്രമല്ല, കേസുമായി ബന്ധപ്പെട്ട് പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദികൾ രണ്ടാം സാക്ഷിയെ വീട്ടിൽ ചെന്ന് ഭീഷണിപ്പെടുത്തുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. 2021 നവംബർ 15 ഭാര്യയോടൊത്ത് ബൈക്കിൽ സഞ്ചരിക്കവേ സഞ്ജിത്തിനെ കാരടിച്ച് വീഴ്ത്തിയ ശേഷം ഭീകരർ വെട്ടിക്കൊന്നത്. കിണാശ്ശേരി മമ്പ്രത്ത് വെച്ചായിരുന്നു കൊലപാതകം. കേസിൽ 24 പ്രതികളുണ്ട്. പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ സോൾജേഴ്സ് ഓഫ് അള്ളാഹ് എന്ന രഹസ്യ പേരിലുള്ള സർവീസ് ടീമുകൾ എന്ന അർദ്ധസൈനിക വിഭാഗം പോപ്പുലർ ഫ്രണ്ടിലുണ്ട്. അല്ലാഹുവിന്റെ സേവകർ അല്ലെങ്കിൽ വിശുദ്ധ പോരാളികൾ എന്നാണ് ഇവർ രഹസ്യമായി അറിയപ്പെടുന്നത്. ഇതൊരു പോപ്പുലർ ഫ്രണ്ടിന്റെ കില്ലർ സ്ക്വാഡാണ്. ആ സ്ക്വാഡായിട്ടാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. വിഷയം 2047 പൂർണ്ണമായി കഴിയുമ്പോൾ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യയുടെ സൈന്യമായി മാറും എന്നതാണ് ഇവർ വിശ്വസിക്കുന്നത്. അതായത് ലക്ഷ്യം ഭാരതത്തെ 2047 ഒരു ഇസ്ലാമിക രാജ്യമാക്കി മാറ്റുക, അതാണ് ഇവരുടെ ലക്ഷ്യം. അങ്ങനെ വരുമ്പോൾ 2047 പൂർണ്ണമായി ഇന്ത്യയെ ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യയുടെ സൈന്യമായും അങ്ങനെ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യയാക്കി മാറ്റാനാണ് ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ മത തീവ്രവാദികൾ ഇപ്പോൾ ശ്രമിക്കുന്നത്. ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ശത്രുക്കളെ കൊല്ലുക, മിഷൻ 2047 ഇന്ത്യയിൽ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുക, അതൊക്കെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഘടന. കൂടാതെ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ അതിന് ഇവർ ഉയർത്തുന്ന മുദ്രാവാക്യമാണ് സേവ് ദി റിപ്പബ്ലിക് എന്നാണ്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ സർവീസ് ടീം, അതായത് സോൾജേഴ്സ് ഓഫ് അള്ളാഹ്, അവർക്കൊരു 7 ഘടനകളുണ്ട്. അതായത് റിപ്പോർട്ടേഴ്സ്, ടാഗ് ഔട്ട്, അതായത് അവരുടെ സൈബർ വിങ് ആണ്, പാരലൽ ടെലിഫോൺ എക്സ്ചേഞ്ച്, വാച്ചേഴ്സ്, മാസ്റ്റേഴ്സ്, ഹിറ്റ് സ്ക്വാഡ്, മുർഷിദ് എന്നിങ്ങനെ 7 ഘടകങ്ങളാണ് പോപ്പുലർ ഫ്രണ്ടിനുള്ളത്. ഇവർക്ക് ഓരോരുത്തർക്കും ഓരോ ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ട്. അതായത് ഒരാളെ ഫോക്കസ് ചെയ്യുക, അയാളുടെ ആരെയൊക്കെയാണ് വധിക്കേണ്ടത്, അവരുടെ ലിസ്റ്റുകൾ തയ്യാറാക്കുക, എവിടെയൊക്കെ ഭീകര പ്രവർത്തനങ്ങൾ നടത്തണം എന്നൊക്കെ ഒരു ലിസ്റ്റ് പോപ്പുലർ ഫ്രണ്ടുകാരുടെ കയ്യിലുണ്ട്. കൂടാതെ SDPM, ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ള വർഗീയ തീവ്രവാദ സംഘടനകളൊക്കെ, അതായത് വർഗീയ സംഘടനകൾ മതങ്ങളെയൊക്കെ വലിയ രീതിയിൽ, അതായത് നല്ല മുസ്ലിം ചെറുപ്പക്കാരെ പോലും ഈ ജമാഅത്ത് ഇസ്ലാമി, SDPA പോലുള്ള വർഗീയ സംഘടനകൾ അവരുടെ മനസ്സിൽ വിഷം കുത്തിവെച്ചുകൊണ്ട് അവരെ തീവ്രവാദത്തിലേക്കും രാജ്യദ്രോഹ പ്രവർത്തനങ്ങളിലേക്കും കൊണ്ടുവരുന്നുണ്ട്. കാരണം നമുക്കറിയാം, മദ്രസകളിലൊക്കെ ഈ പഠിപ്പിച്ചു കൊടുക്കുന്നത്, പള്ളികളിലെ മദ്രസകളിലൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത് വെറും ഈ കുട്ടികളെ എങ്ങനെ വഴിതെറ്റിക്കാം, കുട്ടികളെ തീവ്രവാദത്തിലേക്ക് എങ്ങനെ കൊണ്ടുപോകാം, എങ്ങനെ രാജ്യദ്രോഹ പ്രവർത്തനം നടത്താം എന്നൊക്കെയാണ് മദ്രസകളിൽ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഉത്തർപ്രദേശിനും അടക്കം മദ്രസകളെല്ലാം തന്നെ തെറ്റായ ഒരു സന്ദേശം അല്ലെങ്കിൽ തെറ്റായ രീതിയിലേക്ക് അവിടെ കുട്ടികളെ പഠിപ്പിക്കുന്നെന്ന് മനസ്സിലാക്കിയതോടുകൂടി തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലടക്കം മദ്രസകളെ പൂട്ടിയിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ അങ്ങനെ പൂട്ടിടാൻ പറ്റില്ല. അങ്ങനെ പൂട്ടിട്ട് കഴിഞ്ഞാൽ ഈ വരുന്ന UDF-നും അതോടൊപ്പം തന്നെ ഈ ഇടതുപക്ഷ സർക്കാരുണ്ട്, CPM-ഉം UDF-ഉം ഒക്കെ ഇതുപോലത്തെ SDPയും ജമാഅത്ത് ഇസ്ലാമിയും പോലുള്ള വർഗീയ സംഘടനകളുടെ കാലും നക്കിയും അവരുടെയൊക്കെ കൈയും കാലും പിടിച്ച് ഓച്ചാനിച്ച് നടക്കുന്നവരാണ്. അപ്പോൾ അവർക്കൊക്കെ വോട്ട് ബാങ്കിൽ കുറച്ച് വിള്ളലുകൾ ഉണ്ടാകും. അതുണ്ടാകാൻ ഈ 2 പാർട്ടിക്കാരും അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ ഇവർക്ക് താല്പര്യമില്ല. കാരണം ഇവർക്ക് രാജ്യത്തിൻ്റെ ജനങ്ങളെ കാട്ടി, രാജ്യത്തിൻ്റെ സുരക്ഷയെ കാട്ടി വലുത് ഇവർക്ക് വോട്ട് ബാങ്കും അധികാരങ്ങളുമാണ്.